ലോകരാജ്യങ്ങളുടെ യുദ്ധ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ വരെ ശേഷിയുള്ള സുപ്രധാനമായ ചില പ്രഖ്യാപനമായി കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വന്നിരുന്നു. റഷ്യയുടെ ആണവായുധ ശേഖരത്തിലെ ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലുകളായ ബ്യൂറേവെസ്നിക് ക്രൂയിസ് മിസൈലും പോസഡോൺ അണ്ടർ വാട്ടർ ഡ്രോണും പുറത്തിറക്കിയാണ് പുടിൻ ലോകരാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയത്. ഏതാണ്ട് അതേ സമയത്ത് തന്നെ പുതിയൊരു ആയുധവുമായി ഇന്ത്യയും എത്തിയിരുന്നു. കടലിൻ്റെ ആഴങ്ങളിൽ ആക്രമണം നടത്തുന്ന അന്തർവാഹിനികളെ നേരിടാൻ പുതിയൊരു ആയുധം ഇറക്കിയിരിക്കുകയാണ് ഇന്ത്യ. 800 മീറ്റർ വരെ ആഴത്തിൽ സഞ്ചരിക്കുന്ന അന്തർവാഹിനികളെ പോലും വേട്ടയാടാൻ സാധിക്കുന്ന ഇലക്ട്രോണിക് ഹെവി വെയ്റ്റ് ടോർപിഡോയുടെ ആദ്യത്തെ വകഭേദമാണ് ഇന്ത്യ ഇപ്പോൾ പുറത്തിറക്കിയത്. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO ആണ് ഈ ടോർപിഡോ വികസിപ്പിച്ചത്. ചൈനയുടെ ടൈപ്പ് 093 ഷാങ് ക്ലാസ് ന്യൂക്ലിയർ അറ്റാക്ക് അന്തർവാഹിനികളെ നേരിടാൻ ഉദ്ദേശിച്ചാണ് പുതിയ ഈ ടോർപിഡോ വികസിപ്പിച്ചത്. കടലിൽ 700 മീറ്റർ വരെ ആഴത്തിൽ മുങ്ങാൻ സാധിക്കുന്നവയാണ് ടൈപ്പ് 093 ഷാങ് ക്ലാസ് അന്തർവാഹിനികൾ. ഇപ്പോൾ ഇന്ത്യയുടെ പക്കലുള്ള ടോർപിഡോകൾക്ക് പരമാവധി 600 മീറ്റർ ആഴം വരെ എത്താൻ കഴിയും. ആ ഒരു പ്രശ്നമാണ് പുതിയ ആയുധത്തിലൂടെ ഇന്ത്യ പരിഹരിച്ചിരിക്കുന്നത്. തക്ഷക് എന്നാണ് ഈ ടോർപിഡോയ്ക്ക് നമ്മൾ പേരിട്ടിരിക്കുന്നത്. ഇന്ത്യൻ ഇതിഹാസങ്ങളിൽ പറയുന്ന അഷ്ടനാഗങ്ങളിൽ ഒന്നായ നാഗങ്ങളുടെ ഒരു രാജാവായ തക്ഷകനിൽ നിന്നാണ് ഈ പേര് കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ പക്കലുള്ള വരുണാസ്ത്ര എന്ന ടോർപിഡോയുടെ ലേറ്റസ്റ്റ് വെർഷനായിരിക്കും തക്ഷക്. വിശാഖപട്ടണത്തുള്ള DRDOയുടെ ഭാഗമായി നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറിയാണ് തക്ഷകിനെ വികസിപ്പിച്ചത്. പരീക്ഷണത്തിന് തയ്യാറായ ഘട്ടത്തിലാണ് തക്ഷക് ഇപ്പോൾ ഉള്ളത്. അന്തിമ അനുമതി ലഭ്യമായാലുടൻ പരീക്ഷണം നടക്കും. 6.4 മീറ്റർ നീളമാണ് തക്ഷകിന് ഉണ്ടാകുന്നത്. 300 കിലോ ഭാരമുള്ള പോർമുനകൾ വഹിച്ച് 40 നോട്ടിക്കൽ മൈൽ, അതായത് മണിക്കൂറിൽ 74.08 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനും തക്ഷകിന് കഴിയും. സ്വയം ലക്ഷ്യം കണ്ടെത്താൻ സാധിക്കുന്ന തക്ഷകിന് 40 കിലോമീറ്റർ പരിധിയിൽ എവിടെയും ആക്രമണം നടത്താൻ കഴിയും. അതിനൂതനമായ സോണാർ സംവിധാനം, ടോർപിഡോകളെ തടയാനുള്ള സംവിധാനങ്ങളെ മറികടക്കാനുള്ള ഇലക്ട്രോണിക് കൗണ്ടർ മെഷീൻ സംവിധാനം എന്നിവയും തക്ഷകിനുണ്ട്. ആഴത്തിലേക്ക് ചെല്ലുന്തോറുമുള്ള മർദ്ദത്തെ അതിജീവിക്കാനായി വളരെ ബലമേറിയ പുറം കവചമാണ് തക്ഷകിന് നൽകിയിട്ടുള്ളത്. ഈ സമ്മർദ്ദത്തെ മറികടന്ന് കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള പ്രത്യേകതരം ബാറ്ററികളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ചൈനീസ് ഭീഷണിക്ക് കൃത്യമായ പ്രതിരോധമാണ് തക്ഷക് ഉറപ്പു നൽകുന്നത്. ടൈപ്പ് 093 ഷാങ് ക്ലാസ് അന്തർവാഹിനികൾക്ക് 650 മീറ്റർ ആഴത്തിൽ നിലയുറപ്പിച്ച് ക്രൂസ് മിസൈലുകൾ തൊടുക്കാൻ സാധിക്കും. ഇവയെ തിരിച്ചറിയുക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. മാത്രമല്ല, ഒരു മാസത്തോളം തുടർച്ചയായി ഇവക്ക് കടലിനുള്ളിൽ കഴിയാനും സാധിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള അന്തർവാഹിനികളെയും കണ്ടെത്താൻ നമ്മുടെ പുതിയ തക്ഷകിന് സാധിക്കും. 2027 അല്ലെങ്കിൽ 2028 തക്ഷകിൻ്റെ പരീക്ഷണം വിശാഖപട്ടണത്ത് നടന്നേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൈന നിരന്തരമായി ഉയർത്തുന്ന സമുദ്ര ഭീഷണികൾ അതിജീവിക്കാൻ രാജ്യത്തിനു വേണ്ടി സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒന്നായിരിക്കും നമ്മുടെ പുതിയ കണ്ടുപിടുത്തമായ തക്ഷക്.